അപ്പൊ ഞാൻ എന്തായി മേളിൽ നിൽക്കണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കണത്? ഇത് കണ്ട നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിൽ. അപ്പൊ ടെറസിന്റെ മുകളിലാണ് ഞാൻ നിൽക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ചു 4 മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം. അപ്പൊ വാഴയിലൊന്നും ഇല്ലടേ ഇവിടെ. വാഴയിലൊക്കെ ഇല്ലാത്ത കാരണം എന്താ ഒരു വട്ട നിപ്പുണ്ട് ഇവിടെ. അത് ഇതേ വട്ടമായിട്ട് അകത്തോട്ട് കയറി ഞാൻ നിൽക്കണത്. അകത്തോട്ട് ചൂടാണോണ്ടാണ് അകത്തോട്ട് കയറി നിൽക്കണത്. അപ്പൊ ഈ വട്ടയിലയിൽ ഇന്ന് ഞാൻ അട ചൂടാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ വട്ട മാത്രമേ ഉള്ളൂ. വട്ട അപ്പൊ അപ്പുറത്തെ പറമ്പിലെ കട നിൽക്കണത്, തലയൊക്കെ ഇപ്പുറത്ത് ടെറസിന്റെ മുകളിലായിട്ടാണ് നിൽക്കണത്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഇല പറിച്ചെടുക്കാന്ന് വിചാരിച്ചാൽ മേളിലേക്ക് വന്നേട്ടാ. അപ്പൊ ഇതേ നോക്കിയേ, നമ്മളിതേ പഠിക്കണ സമയത്തൊക്കെ ഉപ്പുമാവൊക്കെ വട്ടയിലയിൽ, പിന്നെ മീനൊക്കെ വരുമ്പോ നമ്മൾ ഓടി വട്ട വെക്കാണെങ്കിൽ വട്ടയിലയിൽ പറിച്ചെടുക്കും. അല്ല പറിച്ചെടുക്കുന്നില്ല, സോറി. നമ്മൾ വട്ടയിലയിൽ പോയിട്ട് മീനൊക്കെ മേടിച്ചെടുത്ത് നല്ലൊരിത്. അപ്പൊ വട്ടയിലയിൽ അട ചുട്ട്, ഞാൻ ഇതുവരെ വട്ടയിലയിൽ ചുട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ചുട്ടൊന്ന് നോക്കണം വിചാരിച്ചു. അപ്പൊ വാഴയില ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വട്ടയില പറിച്ചത്. അപ്പൊ ചേട്ടൻ എന്തായാലും ഇവിടെ ഇരിക്കാണല്ലോ, 2 അടയൊക്കെ ചുട്ട് ചായയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ച. മതിയാവൂലോ. അതെ ഞങ്ങളുടെ കൂടെ അതെ കൂട്ടിന് റൂബിയും കൂടി വന്നിട്ടുണ്ട്. മേളിൽ ഇത് കണ്ട റൂബി. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ 2-3 ദിവസമൊക്കെ പഴം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കറുത്ത തൊലിയൊക്കെ കറുത്തിരിക്കും. അപ്പൊ ആ പഴമൊന്നും നമുക്ക് കടക്കളയണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അടക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനൊരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് ഇതേ പഴം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തത് ഒന്ന് ഇതേ ചട്ടിയിലിട്ടൊന്ന് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചട്ടിയിൽ നന്നായിട്ട് ഇതേ പഴം ഇട്ട് നന്നായിട്ട് വരട്ടി എടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ ശർക്കര അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചീവിയിടണം. നമുക്ക് ആവശ്യത്തിനുള്ള മധുരം എടുക്കാം കേട്ടോ. ഏലക്കായും ജീരകം കൂടി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി കുറച്ചിടാണ്. പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടിയത് അതും കൂടി ഇടാണ്. കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വരട്ടിയിടണം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്, ഒരു നുള്ളു ഉപ്പ് ഇടാൻ പാടുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അരിപ്പൊടി തൂവി കൊടുക്കാണ്. അതും കൂടി ഒന്ന് ഇളക്കി നമ്മൾ അടയുടെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ വട്ടയിലേക്ക് കുറച്ച് വെച്ച് ഇതേപോലെ എല്ലാ അടയും ഇങ്ങനെ വയ്ക്കാനുണ്ട്. വട്ടല വലിയതായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് പൊതിഞ്ഞെടുക്കാൻ പറ്റൂട്ടത്. അപ്പോൾ നമ്മളിത് 2 സൈഡും ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് എന്താ വാഴയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ആവി കൊണ്ട് അതിനകത്ത് നിന്ന് ശർക്കരയൊക്കെ ഉരുകി പുറത്തോട്ട് വരും. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ 2 സൈഡും കവർ ചെയ്ത് നമുക്ക് ഇതിങ്ങനെ മടക്കി ഓരോന്നോരോന്നും ഇങ്ങനെ വെന്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ട് അടക്ക്. അത് നമ്മൾ തുറന്ന് നോക്കട്ടെ. നല്ല മണം, വട്ടലയുടെ മണമായപ്പോൾ ഒരു പ്രത്യേക മണമായി കേട്ടാ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് അട എടുക്കാം. അപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് നമുക്കിത് മതി. ചേട്ടാ അട റെഡി. ഇതേ വട്ടയില അട എങ്ങനെ ഇട്ടെന്ന് നോക്കിക്കേ. വട്ടയില ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അതെ നമ്മൾ കഴിച്ച് നോക്ക്. അത് കട്ട് ചെയ്ത് കളയണ്ട, കൊണ്ടുവന്ന് തന്നെ പറഞ്ഞിട്ട്. ഞാനപ്പോൾ അട തുറക്കും. നമുക്ക് അട തുറന്ന് നോക്കാം. നമ്മുടെ അതെ വട്ടയില അട അതേ ഇതാണ്. ചൂടാറട്ടെ ഇതിടുന്നു. അട ഏതായാലും നമ്മൾ ചൂടാറുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ചൂടനാകുമ്പോൾ നമുക്ക് നല്ല ചൂടാണ്.
അടുത്തോട്ട് കാണിച്ചേ, അടുത്തോട്ട് കാണിച്ചോ. അപ്പം നമ്മുടെ അത് ചേട്ടാ നീ ചേട്ടാ എങ്ങനെയുണ്ട്? അല്ല കൊള്ളാന്നല്ല, എന്താ ടേസ്റ്റ്, എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? എത്തപ്പോഴും തോന്നണില്ലല്ലേ? ചക്കരയുടെ ഒരു ടേസ്റ്റ്. എനിക്ക് ചക്കരയുടെ ഒരു ടേസ്റ്റ് വന്നണ ഏത്തപ്പഴം ഇട്ടിട്ട്. മധുരമൊക്കെ കറക്റ്റ് അല്ലേ? ഒത്തിരി മധുരമൊന്നുമില്ല, ആവശ്യത്തിനുള്ള മധുരം നമുക്ക് കഴിക്കാൻ പറ്റിയത്. പിന്നെ നല്ല മധുരമില്ല, നല്ല മധുരമായ എന്ത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു മധുരമുണ്ട്. പിന്നെ തേങ്ങക്കരി ഞാൻ ചിരണ്ടി ഇട്ടണത് കുഴപ്പമില്ല. എല്ലാവരും ഇത് വട്ടയിലൊക്കെ ആകുമ്പോൾ ഇഷ്ടംമാരെ പറമ്പിലൊക്കെ ഉണ്ടാവും. വട്ടയില ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും തന്നെ എല്ലാം നല്ല മണവും ഉണ്ട്. വാഴയിലേക്കാളും നല്ലതല്ലേ അത്? നല്ല നമുക്ക് ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. വാഴയില നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഒടിഞ്ഞൊക്കെ വിട്ടുപോകും. പക്ഷെ ഇത് നമ്മൾ മടക്കുമ്പോൾ ഒടിഞ്ഞൊന്നു പോലെ കറക്റ്റായിട്ട് നമുക്ക് ഒരു മടക്കി പോക്കറ്റ് പോലെ അകത്തോട്ട് കയറ്റി വയ്ക്കാനൊക്കെ നല്ലതാ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.